ബീട്രൂട്ട് പച്ചടി. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉണക്കമുളക്, പിന്നെ നന്നായിട്ട് കൊത്തിയരിഞ്ഞ ബീട്രൂട്ട്, പിന്നെ നാളികേരം, ഒരമുറി നാളികേരം. അതിൽ പച്ചമുളകും ചെറിയ ജീരകവും മാത്രം ഇട്ട് നന്നായിട്ട് അരയാതെ ഒരു ചതച്ചെടുക്കുന്ന പരുവം. പിന്നെ പച്ചക്കടുക്, തൈര് എന്നിവ റെഡിയാക്കി വയ്ക്കുക. ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കുക. കടുക് എല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൊത്തി അരിഞ്ഞ് വെച്ച ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇഞ്ചി നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം അതിലേക്ക് അല്പം പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ച പച്ചമുളകാണ് ചേർക്കേണ്ടത്. പച്ചമുളകിനൊരു പച്ചമണമുണ്ടല്ലോ, അത് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഈ പരുവമാകുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. ഒറ്റമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു 2 മിനിറ്റ് ഇളക്കുക. ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ച ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു 2-3 മിനിറ്റ് മാത്രമേ ഇതിന് വേവിക്കേണ്ട കാര്യമുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുന്നതിന് മുൻപ് ഈ ബീട്രൂട്ടിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ബീട്രൂട്ട് അധികം വേവിക്കാതെ പച്ചടി ഉണ്ടാക്കുന്നവരുമുണ്ട്. അത് അധികം നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല. ഇത് ഒരു 3-4 ദിവസമൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മൾ ചതച്ച് വെച്ച നാളികേരമാണ്. ചെറിയ ജീരകവും പച്ചമുളകും മാത്രം ഇട്ട് ചതച്ച് വെച്ച നാളികേരം നമുക്കിതിലേക്ക് അതിനുശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നാളികേരം ബീട്രൂട്ടുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റ് ഒന്ന് കുക്കായതിന് ശേഷം നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാം. ബീട്രൂട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് നന്നായിട്ട് ഇളക്കി ബീട്രൂട്ടുമായി യോജിപ്പിക്കുക. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം വേവാൻ പാടില്ല. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 കപ്പ് തൈര് കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് തൈര് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്പം ഉപ്പ് കൂടി വീണ്ടും ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കടുക്, പച്ചക്കടുക് ചതച്ചതാണ്. അതാണ് ഇതിലേക്ക് വേണ്ടത്. നമ്മുടെ പച്ചടിയിലേക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ആവശ്യത്തിന് ഉപ്പും എല്ലാം പാകമാക്കിയതിന് ശേഷം നമുക്കൊരു കറിവേപ്പില തണ്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.